സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ തിരുപ്പിറവിയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു. ക്രിസ്തുമസ് എന്നുള്ളത് ഒരു സന്തോഷത്തിൻ്റെ ആഘോഷമാണ്. കാരണം അതൊരു ജനനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ജനനമല്ല, ദൈവപുത്രനായ യേശുവിൻ്റെ ജനനത്തെ തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ സന്തോഷത്തിന് കാരണമാണ്. ലോകം ഇന്നത്തെ പോലെ അന്നും ഒത്തിരി പ്രശ്നങ്ങളാൽ കലുഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് വരികയാണ്, രക്ഷകനായിട്ട്, അവർക്ക് പ്രതീക്ഷയായിട്ട്, സകല ജനത്തിനും പ്രതീക്ഷയായിട്ട്. നമ്മൾ ഈ സുവിശേഷത്തിൽ കേൾക്കുന്നു ഒരു സീസറിനെ പറ്റി, അഗസ്റ്റസ് സീസർ. അയാൾ ഭരണാധികാരിയായിട്ടിരുന്ന് ആജ്ഞകൾ പുറപ്പെടുവിക്കുക, മനുഷ്യരുടെ കണക്കെടുക്കുവാനായിട്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള റോമൻ സമാധാനം, പാക്സ് റൊമാന എന്ന് പറയുന്ന ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലായിരുന്നു ആ മനുഷ്യരൊക്കെ ജീവിച്ചിരുന്നത്. അവിടെ നിയമങ്ങളും കർശനമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പാവപ്പെട്ട മനുഷ്യർ പലപ്പോഴും അവരുടെ ജീവിതം ദുർഘടമായിരുന്നു. ഇങ്ങനെ ഭരണാധികാരികൾ അവരുടെ സിംഹാസനങ്ങളിലിരുന്ന് അവരുടെ ഭരണകേന്ദ്രങ്ങളിൽ നിന്ന് ആജ്ഞകൾ പുറപ്പെടുവിക്കുമ്പോൾ, ഇതാ ദൈവത്തിൻ്റെ പുത്രൻ, ഈ ലോകത്തിൻ്റെ തന്നെ സൃഷ്ടാവ്, എളിമയുടെ അടയാളമായ ഒരു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ഇവിടെ ഇങ്ങനെ ലോകത്തിന് മുമ്പിൽ കിടക്കുകയാണ്. യേശു പറയുന്നത് അതുവഴി ലോകത്തിൽ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട, അവസരങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പറ്റിയാണ്. നമ്മുടെ ലോകം സത്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്, നിറവുള്ളതാണ്. എങ്കിലും പലപ്പോഴും ഇന്നും മനുഷ്യർക്ക് പലയിടത്തും അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. കാരണം അവർ ആ സമൂഹത്തിൽ ഒട്ടും ചേരുന്നില്ല എന്നുള്ള ഒരു ചിന്ത. ഈ തിരുപ്പിറവിയുടെ സന്തോഷത്തിൽ ആയിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ അലട്ടുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ, ജോലിയില്ലായ്മ, അതുപോലെ തന്നെ സമൂഹത്തിലെ അരക്ഷിതാവസ്ഥകൾ, യുദ്ധം, ഭയങ്ങൾ, ഇതെല്ലാം നമ്മുടെ പിറകെ ഇങ്ങനെ നിഴല് പോലെയുണ്ട്. അതെ, പല മനുഷ്യർക്കും, സാധാരണക്കാർക്ക് ഇന്നും ഈ ലോകത്തിൽ പല കാര്യങ്ങൾക്കും ഇടമില്ല. അവർക്ക് സ്വരമില്ല, അവർക്ക് അവകാശങ്ങളില്ല. അത് ജനിച്ച കുഞ്ഞുങ്ങളും ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത മാതാപിതാക്കൾ, വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട്, അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രായമുള്ളവർ, ഇങ്ങനെയുള്ള പല മനുഷ്യർക്കും ഇന്ന് നമ്മുടെ ലോകത്തിൽ സ്ഥാനങ്ങൾ, പ്രസക്തി നഷ്ടപ്പെടുകയാണ്. അവർ സ്വീകരിക്കപ്പെടുന്നില്ല പലയിടങ്ങളിലും. എങ്കിലും നമ്മൾ ക്രിസ്മസ്, ഈ തിരുപ്പിറവി ആഘോഷിക്കുക. എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നു? അതിൻ്റെ ഒറ്റ ഒരു ഉത്തരം, നമുക്ക് പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ്. അതെ, ഈ ഒരു അവസരത്തിലും ദൈവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. മാധ്യമങ്ങളുടെ ആഘോഷങ്ങളില്ലാതെ, അല്ലെങ്കിൽ മറ്റ് അകമ്പടികളില്ലാതെ ദൈവം വളരെ എളിമയോടുകൂടി ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് വരുന്നു. ഒന്നും നമ്മിൽ നിന്നും ആവശ്യപ്പെടാത്ത ഒരു ദൈവം. നമ്മളെ ഭരിക്കുവാനല്ല, നമ്മളെ അവൻ്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവം. നമ്മിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുന്നവനല്ല അവൻ, മറിച്ച് നമ്മിൽ ഒരുവനായ മനുഷ്യനായ ദൈവം. അതെ, ദൈവം നമ്മുടെ ഇടയിലേക്ക് വരുന്നത് ഈ എല്ലാത്തിൻ്റെയും പെർഫെക്ഷനായിട്ടല്ല, സൗന്ദര്യത്തിൻ്റെ, ആർഭാടത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ഒക്കെ അന്തിമ വാക്കായിട്ടല്ല, മറിച്ച് ഒരു സാധാരണ മനുഷ്യനായിട്ട്. അവൻ പറയും, നമ്മോട് ഒപ്പമായിരിക്കുവാനാണ് അവൻ വന്നിരിക്കുന്നത്. നമ്മുടെ കണ്ണീര് ഒപ്പുവാൻ, നമ്മുടെ വേദനകളിൽ, ആകുലതകളിൽ നമുക്ക് തുണയാകുവാൻ. അവൻ ഈ ലോകത്തിലേക്ക് വന്നത് ഈ ലോകം നല്ലതായതുകൊണ്ടല്ല, മറിച്ച് നമുക്ക്, ഈ ലോകത്തിലുള്ള നമുക്ക്, അവൻ്റെ പ്രകാശവും
അവൻ്റെ സാമീപ്യവും വഴി പ്രതീക്ഷ നൽകുവാൻ, രക്ഷയിലേക്ക് ക്ഷണിക്കുവാനായിട്ട്. അതേ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ക്രിസ്തുമസ്, ഈ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ നമ്മൾ പറയുന്ന, നമ്മൾ ആഘോഷിക്കുന്ന, നമ്മൾ ഉറക്കെ വിളിച്ചു പറയേണ്ട ഒന്നുണ്ട്. ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല, ഈ ലോകത്തെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ നമ്മെ കാണുന്നു, നമ്മിലേക്ക് വരുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും അവൻ കടന്നു വരുന്നു. ഇങ്ങനെ യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, യേശുവിനെ പോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുവാനായിട്ട്. അതുവഴി ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്കും കടക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും.